മകരം രാശി ജൂലൈ 2026 മാസഫലം. നമസ്കാരം. മാധവമനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മകരം രാശിക്കാരായ ഏവർക്കും ഈ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2026 ജൂലൈ മാസത്തിലെ മകരം രാശി ഫലമാണ്. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം? ധനകാര്യത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ജോലി, ബിസിനസ്, കുടുംബം, ആരോഗ്യം, യാത്ര, ഭാഗ്യം, ഇതെല്ലാം വളരെ വിശദമായി ഈ വീഡിയോയിൽ പരിശോധിക്കാം. മകരം രാശിക്കാർ സാധാരണയായി വളരെ ഉത്തരവാദിത്ത ബോധമുള്ളവരും അധ്വാനശീലമുള്ളവരും ജീവിതത്തിൽ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്നവരുമാണ്. ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം, പുറത്ത് അധികം പ്രകടമാകാതെ ഉള്ളിൽ വലിയ ശക്തി സൂക്ഷിക്കുന്ന മനസ്സ്, മുന്നോട്ടുള്ള യാത്രയിൽ ചെറുതും വലുതുമായ തടസ്സങ്ങൾ വന്നാലും അവയെ ശാന്തമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഇവയെല്ലാം മകരം രാശിക്കാരുടെ പ്രധാന സവിശേഷതകളാണ്. ജൂലൈ മാസം മകരം രാശിക്കാർക്ക് ചില മേഖലകളിൽ പരിശോധനയും, ചില മേഖലകളിൽ പുതിയ തുടക്കങ്ങളും, ചില മേഖലകളിൽ അപ്രതീക്ഷിതമായ നല്ല അവസരങ്ങളും കൊണ്ടുവരുന്ന മാസമായി കാണാം. ഈ മാസം ഒരു പ്രധാന സന്ദേശം എന്തെന്നാൽ, വേഗം മാത്രം നോക്കാതെ ദിശയും നോക്കണം. ചില കാര്യങ്ങൾ ഉടനെ നടക്കാത്തത് നിരാശ നൽകാം, പക്ഷേ വൈകി കിട്ടുന്ന നേട്ടങ്ങൾ കൂടുതൽ ഉറപ്പുള്ളതായിരിക്കും. അതുകൊണ്ട് ഈ മാസത്തിൽ ക്ഷമയും ആത്മവിശ്വാസവും ഒരുപോലെ കൈവിടാതെ മുന്നോട്ട് പോകുന്നത് വളരെ പ്രധാനമാണ്. ജൂലൈ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മകരം രാശിക്കാർക്ക് ഉള്ളിലൊരു ചിന്താഭാരം അനുഭവപ്പെടാം. എന്തൊക്കെയോ ചെയ്യണം, പക്ഷേ സമയം പോരാ എന്ന തോന്നലുണ്ടാകാം. ചിലർക്ക് കുടുംബം ബാധ്യതകളും, ചിലർക്ക് സാമ്പത്തിക പദ്ധതികളും, മറ്റു ചിലർക്ക് ജോലി സംബന്ധമായ സമ്മർദ്ദങ്ങളും ഒരുമിച്ച് വന്നേക്കാം. എന്നാൽ ഈ മാസം മുഴുവനായും നെഗറ്റീവ് എന്ന് പറയാനാവില്ല. കാരണം മധ്യത്തോടെ തുടങ്ങുന്ന ചില അനുകൂല മാറ്റങ്ങൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും. പ്രത്യേകിച്ച് മുമ്പ് നിന്നുപോയിരുന്ന ഒരു കാര്യം വീണ്ടും മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു മറുപടി, ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ആശ്വാസം ഈ മാസത്തിൽ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ഈ മാസം പഴയ പാഠങ്ങൾ പുതിയ വിജയത്തിലേക്ക് നയിക്കുന്ന മാസമാകാം. അതായത് മുൻപ് നിങ്ങൾ നേരിട്ട പരാജയങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ, അവയെല്ലാം ഇപ്പോൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കുന്ന അനുഭവങ്ങളായി മാറും. ഒരു കാര്യത്തിൽ ഇനി നിങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ, കൃത്യമായ പദ്ധതിയോടെ, വളരെ മെച്ചുവറായ സമീപനത്തോടെ മുന്നോട്ട് പോകാൻ തുടങ്ങും. ജോലി ചെയ്യുന്ന മകരം രാശിക്കാർക്ക് ജൂലൈ മാസം പ്രവർത്തന ഫലം കിട്ടാൻ തുടങ്ങുന്ന മാസമാണ്. നിങ്ങൾ ഏറെ നാളായി ശാന്തമായി ചെയ്ത അധ്വാനത്തിന് ഇപ്പോൾ റെക്കഗ്നൈസേഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഓഫീസിൽ ചിലർക്ക് അധിക ഉത്തരവാദിത്തം ലഭിക്കും. ആദ്യമായി അതൊരു ഭാരമായി തോന്നാം. എല്ലാം എനിക്ക് തന്നെയാണോ എന്ന ചിന്ത വരാം. പക്ഷേ ഈ ഉത്തരവാദിത്തം തന്നെയാണ് നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർക്ക് തെളിയിക്കുന്ന വേദിയായി മാറുക. ചിലർക്ക് ടീം ലീഡ് പോലുള്ള റോളുകൾ, ചിലർക്ക് പുതിയ പ്രോജക്റ്റ്, ചിലർക്ക് പുതിയ ചുമതലകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മാസത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്യുന്നത് ആരും കാണുന്നില്ലെന്ന് കരുതി നിരാശരാകരുത്. ഈ മാസം നിങ്ങളുടെ ജോലി ക്വാളിറ്റി ഒബ്സർവ്ഡ് ആകുന്ന സമയം കൂടിയാണ്. അതേസമയം സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷനിൽ അല്പം ജാഗ്രത വേണം. നിങ്ങൾ പറഞ്ഞത് മറ്റൊരാൾ തെറ്റായി മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടാകാം. അതിനാൽ രേഖകൾ, മെയിലുകൾ, വാക്കുകൾ എല്ലാം ഒന്നുകൂടി പരിശോധിച്ച് പറയുക. ജോലി മാറാൻ ആലോചിക്കുന്ന മകരം രാശിക്കാർക്ക് ജൂലൈ രണ്ടാം പകുതി കൂടുതൽ അനുകൂലമാണ്. പുതിയ അവസരങ്ങൾ കാണാം. എന്നാൽ കിട്ടുന്ന ആദ്യ ഓഫർ തന്നെ പിടിക്കണമെന്നില്ല. ശമ്പളം മാത്രം നോക്കാതെ ജോലി സ്ഥിരത, ഗ്രോത്ത്, വർക്ക് കൾച്ചർ, ഫ്യൂച്ചർ, സ്കോപ്പ് ഇവയും കൂടി നോക്കണം. ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് ആത്മവിശ്വാസം വളരെ പ്രധാനമാണ്.
നിങ്ങൾക്ക് അനുഭവമുണ്ടെങ്കിലും അത് അവതരിപ്പിക്കുന്ന രീതിയിൽ ചെറിയ മടുപ്പുണ്ടാകാം. അത് മാറ്റണം. ഈ മാസം ഞാൻ ചെയ്തത് എന്താണ് എന്ന് വ്യക്തമായി പറയാൻ പഠിച്ചാൽ നല്ല ഫലം കിട്ടും. ജൂലൈ മാസത്തിൽ മകരം രാശിക്കാർക്ക് ധനകാര്യത്തിൽ മിശ്രഫലം കാണുന്നു. അതർത്ഥമാക്കുന്നത് വരുമാനം വരും, പക്ഷേ ചെലവ് കൂടും. ചിലർക്ക് വീട്ടുമായി ബന്ധപ്പെട്ട ചിലവുകൾ, കുട്ടികളുടെ പഠന ചെലവ്, ആരോഗ്യ ചെലവ് അല്ലെങ്കിൽ പഴയ കടബാധ്യതകൾ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകാം. പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ ചില ദിവസങ്ങളിൽ ഉണ്ടാകാം. ഇത് നിങ്ങളെ മാനസികമായി അലട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു നല്ല കാര്യം എന്തെന്നാൽ ഈ മാസം പണം വരാനുള്ള വഴികൾ അടഞ്ഞു പോകുന്നില്ല. വരുമാനമുണ്ട്. ചിലർക്ക് രണ്ടാമത്തെ വരുമാന സ്രോതസ്സ് തുറക്കാം. ചിലർക്ക് പഴയ പണം തിരികെ കിട്ടാം. മറ്റു ചിലർക്ക് ബോണസ്, ഇൻസെൻറ്റീവ്, കമ്മീഷൻ പോലുള്ള ചെറിയ ആശ്വാസങ്ങൾ ലഭിക്കാം. കുടുംബത്തിൽ ജൂലൈ മാസം ചില സുഖകരമായ നിമിഷങ്ങളും ചില ചെറിയ വിഷമങ്ങളും ഒരുമിച്ച് കൊണ്ടുവരാം. വീട്ടിലെ ഒരാളുടെ ആരോഗ്യ പ്രശ്നം, കുട്ടികളുടെ കാര്യത്തിലുള്ള ആശങ്ക അല്ലെങ്കിൽ ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്സിൽ ഭാരം സൃഷ്ടിക്കാം. എന്നാൽ മകരം രാശിക്കാർക്ക് ഈ മാസം കുടുംബത്തിൽ ഒരു സ്റ്റെബിലൈസർ എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടി വരും. എല്ലാവരും അല്പം ചഞ്ചലമായിരിക്കുമ്പോൾ നിങ്ങൾ ശാന്തത കൈവിടാതെ നിൽക്കേണ്ട സാഹചര്യം വരാം. വീട്ടിലൊരു തീരുമാനമെടുക്കേണ്ടി വന്നാൽ അത് പലരും നിങ്ങളിലേക്കാണ് നോക്കുക. ചിലർക്ക് വീട്ടിൽ സന്തോഷ വാർത്ത ഉണ്ടാകാം. പുതിയ ജോലി, വിവാഹ നിശ്ചയം, ഗർഭസംബന്ധമായ സന്തോഷ വാർത്ത അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട ഒരു നല്ല തീരുമാനം, വീട്ടിൽ ചെറിയ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫാമിലി ഗാദറിംഗ് നടക്കാനുള്ള സാധ്യത കാണുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാകാം. പ്രത്യേകിച്ച് നീ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ ഇരുവർക്കും ഉണ്ടാകാം. ഇവിടെ പ്രശ്നം സ്നേഹക്കുറവല്ല, സമയക്കുറവ്, തുറന്ന് സംസാരിക്കാത്തതുമാണ്. അതുകൊണ്ട് ചെറിയ വിഷയങ്ങൾ വലിയ തർക്കമാകുന്നതിന് മുൻപ് ഒന്ന് ശാന്തമായി ഇരുന്ന് സംസാരിക്കുക. ഒട്ടുമൊത്തത്തിൽ നോക്കുമ്പോൾ 2026 ജൂലൈ മാസം മകരം രാശിക്കാർക്ക് പരീക്ഷണങ്ങൾക്കിടയിൽ മുന്നേറ്റം നൽകുന്ന മാസമാണ്. ധനകാര്യത്തിൽ നിയന്ത്രണം വേണം, ബന്ധങ്ങളിൽ തുറന്ന മനസ്സ് വേണം, ജോലിയിൽ ക്ഷമ വേണം, ആരോഗ്യത്തിൽ അലക്ഷ്യം പാടില്ല. ഇവ പാലിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നേട്ടം കൊയ്യാൻ കഴിയുന്ന മാസമായി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സാമ്പത്തിക പുരോഗതിയും ആരോഗ്യവും കുടുംബസുഖവും മനസ്സമാധാനവും നിറയട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. മകരം രാശിക്കാരായ നിങ്ങൾക്ക് ഈ ജൂലൈ മാസം നല്ല വഴിത്തിരിവുകൾ കൊണ്ടുവരട്ടെ.